ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ പത്തരമാറ്റ് സീരിയലിന് വരാനിരിക്കുന്ന പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയെയും നമ്മുടെ ജാനകി വിവരങ്ങളെല്ലാം ചെന്ന് അറിയിച്ചിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ആ വീഡിയോ ക്ലിപ്പ് അനിയുടെയും നന്ദുവിൻ്റെയും വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടിട്ട് ആകെ ഷോക്കഡായിട്ട് പോകുന്ന രംഗങ്ങളാണ് കണ്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് മുത്തശ്ശൻ ഈ ഒരു മാറ്റർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് മുത്തശ്ശൻ എടുത്തേക്കുന്നത്. എല്ലാവരെയും വിളിച്ചു കൂട്ടി. ആരെയൊക്കെയാണ്? നമ്മൾ അജയൻ, ജയൻ, അതുപോലെ ദേവയാനി, ജാനകി, ആദർശ്, നയന എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിൽ നവ്യയും അബിയും മാത്രം ഇല്ല. അബിയും നവ്യ പിന്നെ ജലജയുണ്ട്. അപ്പോൾ എല്ലാവരും നിരത്തി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്ന് നിന്നിട്ട് മുത്തശ്ശൻ ആദ്യം ജയനെ കൊണ്ട് ആ ടി വിയിൽ കണക്ട് ചെയ്യിപ്പിച്ചിട്ട് അത് ഓൺ ചെയ്യാൻ പറയും. അപ്പോൾ ഓൺ ചെയ്ത് എല്ലാവരും അത് കാണുന്നു. കണ്ടിട്ട് എൻ്റെ മുത്തശ്ശിക്ക് അത് നോക്കാനുള്ള ഒരു ഇത് പോലുമില്ല. അത്രയ്ക്കൊരു മോശമായിട്ടുള്ള ഒരു സീനല്ലേ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് അജയൻ വരുന്നത്. അപ്പോൾ അജയൻ വരുമ്പോൾ അജയൻ്റെ അടുത്ത് പറയും, നീ ഇരിക്കുക, നിൻ്റെ മോൻ്റെ ലീലാവിലാസങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ടി വിയിലിട്ട് കണ്ടിട്ട് അജയൻ അറിഞ്ഞു. അപ്പം അച്ഛൻ ചോദിക്കുകയാണ് അജയൻ്റെ അടുത്ത്, നിൻ്റെ മകൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് നീ അവനോട് ഒന്നും ചോദിച്ചില്ലെന്ന് ചോദിക്കും. അത് ഇല്ല അച്ഛാന്ന് പറഞ്ഞു. നിൻ്റെ കരണം പൊളിക്കണം. ഭയങ്കര രീതിയിൽ മുത്തശ്ശൻ ഷൗട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. അതായത് അജയൻ്റെ അച്ഛൻ ഷൗട്ട് ചെയ്യുകയാണ്, നീയാണെങ്കിൽ നിൻ്റെ കരണം ഞാൻ അടിച്ചു പൊളിച്ചേനെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് അജയൻ ഒന്നും മിണ്ടില്ല. അപ്പോൾ ജയൻ അവിടെ നിന്ന്, അച്ഛ അത് അങ്ങനെയല്ല, അനിയുടെ സ്ഥാനത്ത് മാത്രമല്ല തെറ്റ്, അനാമികയെന്ന് പറഞ്ഞതും ജയൻ്റെ അച്ഛൻ പറയും, നീ മിണ്ടിപ്പോകരുത്, നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കുമെന്ന് പറയും. എന്താ പറയും, വീണ്ടും ഇതിനെക്കുറിച്ച് അങ്ങോട്ട് ഇതാക്കുകയാണ്. നീ ഒരു അച്ഛനായി, നീ ഒരു പിന്നെ മുത്തശ്ശനാകും. അപ്പോൾ അതൊക്കെ നീ ഇത് മനസ്സിലാക്കി, നീ ഇത്രയും പക്വതയും പ്രായവും വന്നിട്ട് നീ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്തില്ല? നിൻ്റെ മകനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? നീ എന്തുകൊണ്ട് അത് ബാക്കി, നിനക്ക് ചോദ്യം ചെയ്യാൻ കഴിവില്ലെങ്കിൽ നീ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്യേണ്ടവരെ അറിയിച്ചില്ല? അതായത് അച്ഛൻ അനിയുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശി അറിയിച്ചില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ആർക്കും ഒന്നും പറയാനില്ല. എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനിയോട്, നിന്നെയാണല്ലോ എനിക്ക് ഏറ്റവും വല്യമ്മ പറഞ്ഞ് കൊണ്ട് നടക്കുന്നത്. അവൻ ഈ ഒരു തെറ്റ് ചെയ്തിട്ട് നീയും ചോദ്യം ചെയ്തില്ലേ? അങ്ങനെയാണോ നീ അവനെ കണ്ടിരിക്കുന്നത്? നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇതാണോ? നമ്മുടെ കൊച്ചുമക്കളെ ഓരോ നിലയ്ക്ക് എത്തിച്ച് ഈ ഒരു രീതിയിലാക്കാനാണോ നമ്മൾ എത്തിച്ചതെന്ന് ചോദിച്ച് അച്ഛൻ നന്നായിട്ട് മുത്തശ്ശൻ ഷൗട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അടുത്ത് പിന്നെ നേരെ ആദർശിനിട്ട് കൊടുക്കുകയാണ്. തൻ്റെ മൂത്ത ഏട്ടൻ്റെ പാതിയാണ് അനിയെന്നാണല്ലോ പറയുന്നത്. ഇതാണോ നിൻ്റെ പാതിയാണോ ഈ അനി കാണിച്ചു കൂട്ടുന്നത്? അവൻ വിവാഹം കഴിഞ്ഞൊരു പയ്യനാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇത് സഹിക്കുമോ? അനാമിക മോള് ഇപ്പം ഏത് ഭാര്യയാണെങ്കിലും, ഇപ്പം നയനയാണെങ്കിലും നീ ഇത് സഹിക്കുമോ? അന്യ ഒരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സഹിക്കുമോ? സഹിക്കുന്ന കാര്യമല്ല. മുത്തശ്ശൻ വേണ്ട രീതിയിൽ എല്ലാവർക്കും ഒച്ച കൊടുക്കുകയാണ്. എന്തുകൊണ്ട് ദേവയാനി നീ പോലും, മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ പോലും ഇത് കണ്ടിട്ട് നീ ഒന്നും മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ജാനകി പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഒത്താശ ചെയ്ത് കൊടുക്കലാണ് അമ്മേ എനിക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ദേവയാനി പറയും, ഇവിടെ അങ്ങനെ ആരും സപ്പോർട്ടൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറയും. അപ്പം മുത്തശ്ശി ചോദിക്കും, പിന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ അനാമിക ഇവിടെ നിന്ന് പോയപ്പോൾ നീ എന്തുകൊണ്ട് മോളുടെ അടുത്ത് പോകണ്ട എന്ന് പറഞ്ഞില്ല? അപ്പം ദേവയാനി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ എല്ലാവരുടെ അടുത്തും ഷൗട്ട് ചെയ്ത് മുത്തശ്ശൻ ആ വിഷയം ഭയങ്കര ഒരു സീനാക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് അജയൻ്റെ അടുത്ത് പറയുകയാണ്, എത്രയും വേഗം അനീനെ ഇവിടെ വിളിച്ചു വരുത്താൻ പറയും. അങ്ങനെ അച്ഛൻ വിളിക്കുകയാണ് മോനെ. അപ്പോൾ അനിയുടെ ഫ്രണ്ട്സുമായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ കോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അനി ഫോൺ എടുക്കും. ഇനി കമ്പനിയിൽ എങ്ങാനും ചെല്ലാനാണോ എന്ന് പറയില്ല. അച്ഛൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് വേഗം നീ വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യ കാര്യം പോലെ പറഞ്ഞിട്ട് അച്ഛൻ വയ്ക്കുകയാണ്. അപ്പോൾ അനി അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഇനി എന്താണെന്ന് അറിയില്ല, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ അനിയും അനിയുടെ കൂട്ടുകാരും ചർച്ച ചെയ്ത് എങ്ങനെയെങ്കിലും ഈ അനാമികേനെ അതൊക്കെ പുറത്താക്കിയിട്ട് നന്ദു അനീനെ ഒന്നിപ്പിക്കണം എന്നുള്ളതാണ് അവരെല്ലാവരും കൂടെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്, മുത്തശ്ശി എങ്ങാനും ഈ വീഡിയോ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവില്ല. അപ്പോൾ അവരെങ്ങാനും കണ്ടു കാണുമോ എന്നുള്ളൊരു പേടി ആയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്ന ഒരു രംഗവും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ കാണിക്കുന്ന രംഗം കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് വീട്ടിലോട്ട് വരികയാണ്. അച്ഛൻ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടല്ലോ.
അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ പോയി കഴിയുമ്പോൾ അവരുടെ കൂട്ടുകാർ പറയണം എങ്ങനെയാണെങ്കിലും അനീനെയും നന്ദുവിനെയും തമ്മിൽ നമുക്ക് കൂട്ടി കെട്ടണം, അതിനുള്ള വഴി എന്താണെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ അനാമിക വീട്ടിൽ പോയിക്കാണല്ലോ, അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണല്ലോ. അപ്പോൾ അനാമിക വന്ന് അമ്മയുടെ അടുത്ത് ഓടിയൊന്ന് പറയുന്നുണ്ട്, അമ്മേ വീഡിയോ ക്ലിപ്പ് എല്ലാം അമ്മ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിച്ച് അവിടെ ആകെ പുകിലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് വളരെ നന്നായി, ഇത് കണ്ട മോളെ നിന്നെ ആരും കുറ്റപ്പെടുത്തില്ല, അനീനെ കുറ്റപ്പെടുത്തുള്ളൂ എന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട്. അപ്പം അച്ഛനും കടന്നു വരികയാണ്, അനാമികയുടെ അച്ഛനും കടന്നു വന്നിട്ട് പറയും എന്നെയും ഇപ്പോൾ ജാനകി വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം മിക്കവാറും എന്നെ വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാനെന്നും പറഞ്ഞ് എന്ന് നമ്മുടെ അനാമിക പറയും. മോളെ നീ വിളിച്ചാലും നീ പോകരുത്, ഇനിയിപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ നിൻ്റെ ജാനകിയും ജലജയും ദേവയാനി എല്ലാവരും കൂടെ വന്നിരുന്ന് നിന്നെ കൊണ്ടുപോകാനെന്നും പറഞ്ഞ് വിളിച്ചാലും നീ പോകരുത്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് കൊണ്ടുപോകണം എന്നൊരു ചട്ടം വരുത്തി വയ്ക്കണം, അങ്ങനെ വന്നാലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇനിയിപ്പോൾ നിനക്ക് ഇതിൻ്റെ പേരിൽ മുത്തശ്ശി ചിലപ്പം കുറേ സമ്മാനങ്ങളൊക്കെ തരുമായിരിക്കും വിലപിടിപ്പുള്ള. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കിളവിയുടെ കയ്യിൽ വേണ്ട പഴയകാല ആഭരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പത്മനാഭനുള്ളതിനേക്കാട്ടിലും കൂടുതൽ സ്വർണ്ണങ്ങൾ ഒക്കെ പല പല ലോക്കറിലാണ് പൂട്ടി വെച്ചിരിക്കുന്നത്, അതൊക്കെ നിനക്ക് ഈ കഴുത്തിലിട്ട് അണിയാനുള്ളതാണ്, അതൊക്കെ നിനക്ക് കിട്ടും, നീ തന്ത്രപൂർവ്വം ഓരോന്നും ചെയ്താൽ മതിയെന്ന് അച്ഛനും അമ്മയും കൂടെ അവളങ്ങ് ഉപദേശിച്ചങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് അഹങ്കാരത്തോടെ ഇരിക്കണം. എന്നിട്ട് അച്ഛൻ പറയും ഇനിയിപ്പോൾ മൂർത്തിയും ഭാര്യയും വന്നാണ് വിളിക്കും എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ ബഹുമാനപൂർവ്വം നമുക്ക് അവർ ഇങ്ങോട്ട് വരുത്തണ്ട, നമുക്ക് അങ്ങോട്ട് പോയി കാണാം, അപ്പോൾ ഒരു ബഹുമാനം കൊടുത്തു എന്നുള്ളതും കൂടെ വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം ആസൂത്രണം ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ കാണിക്കുന്നത് അനി വീട്ടിലോട്ട് വരുന്നതാണ്. വീട്ടിലോട്ട് അനി വന്ന് കയറുന്നതും അനിയോട് ചോദിക്കും നീ എന്താണ് ഈ കാണിച്ചു കൂട്ടിയെന്ന് ചോദിച്ചാൽ മുത്തശ്ശൻ അങ്ങ് ഷൗട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ പറയും ഞാൻ എൻ്റെ കൂടെ എന്തിനാണ് നീ അനാമിക മോളെടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നീ കല്യാണം കഴിഞ്ഞൊരു ആ വ്യക്തിയല്ലേ, ഇങ്ങനെയാണോ നമ്മുടെ തറവാട്ടിലേക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശൻ നന്നായിട്ട് മൂർത്തി ശരിക്കും അനീനെ കുറ്റപ്പെടുത്തുകയാണ്. നിൻ്റെ അബി ആണ് ഇങ്ങനെ ജലജയുടെ മകനായ അബി ആണ് ഇങ്ങനെ ചെയ്തെങ്കിൽ അതിലൊരു തെറ്റുമില്ല, അവൻ അങ്ങനെ നടക്കുന്നവനാണ്, പക്ഷെ നീ ഇത്രയും നാൾ ഒരു ചീത്തപ്പേര് പോലും വരുത്താത്ത നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുന്നത്, നിനക്ക് ഇതിൻ്റെ ഇതുണ്ടോ, നിന്നെ ഇതെന്താണ് ഇങ്ങനെ വളർത്തിയെടുത്തത്, ഈ രീതിയിലാവാനാണോ നിന്നെ വളർത്തിയെടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേട്ട് നിന്നിട്ടും ആ ഒരു തല്ല് കിട്ടിയിട്ടും അവൻ അത് ക്ഷമിച്ച് സഹിച്ച് നിൽക്കുകയാണ്. അനീനെ മുത്തച്ഛൻ അടിക്കാൻ ഓങ്ങും പോലെയൊക്കെ എടുത്ത് ആക്കുമെങ്കിലും തല്ല് കൊടുക്കുന്നില്ല. അപ്പം ജാനകി ഇരുന്ന് പറയുന്നുണ്ട് അവൻ്റെ കരണത്ത് നോക്കി 2 കൊടുക്കുക എന്ന് ജാനകി പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൻ്റെ മാത്രമല്ല നിൻ്റെയും എവൻ്റെയും തരണമെന്ന്, അതായത് ജാനകിയുടെയും അജയൻ്റെയും കൂടെ കരണത്ത് തരണമെന്ന് വെച്ചാൽ ഇത്രയും അർദ്ധരാത്രിയിൽ അന്യ പെണ്ണിൻ്റെ കൂടെ ഈ ഒരു രീതിയിൽ പോകാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നീ ഒരു കുടുംബമായിട്ട് കഴിയേണ്ട ആളല്ലേ, നീ ഒരു വിവാഹം കഴിഞ്ഞ ആളാണെന്നുള്ള കാര്യം നീ മറന്നു എന്ന് ചോദിക്കുക. അപ്പോൾ അനി ഇതിനെല്ലാം കേട്ട് നിന്നിട്ട് അവസാനമായിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് പറയും ഒരിക്കലും എനിക്ക് അനാമികയായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല, എനിക്കതിന് കഴിയില്ല എന്ന് തീർത്ത് അവരെ എല്ലാവരും മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറിപ്പോകും. അപ്പം മുത്തശ്ശൻ അവിടെ ഇരുന്നിട്ട് പിന്നെ പറയും അവൻ ഇതൊക്കെ പറഞ്ഞിരുന്നാലും നമ്മൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവനൊരു കുടുംബ ജീവിതം നല്ല രീതിയിൽ അനാമിക മോളുമായിട്ട് പോകണം എന്നുള്ള ഒരു രീതിയിൽ മുത്തശ്ശിയും കൂടെ അവരോടത്ത് എല്ലാവരുടെ കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കൽ പോലും എനിക്ക് അനാമികയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. എന്നിട്ട് അവർ ആ ചർച്ച അവിടെ നിർത്തുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് അനി അവിടെ പോയി ഒരു സ്ഥലത്തിരുന്ന് വിഷമിച്ച് അങ്ങ് ആകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ദേവയാനിയും അതോടൊപ്പം തന്നെ നമ്മുടെ നയനയും കൂടെ അനിയുടെ ചെല്ലുകയാണ്. എന്തിനാണ് മോനെ നീ ഈ ആവശ്യമില്ലാണ്ട് ഓരോ കേസിനും ഇങ്ങനെ പോണത്, ഒരിക്കലും നന്ദുവായിട്ടുള്ള ഒരു കല്യാണത്തിന് ഇവിടെയുള്ള ആരും സമ്മതിക്കില്ല, പിന്നെ എന്തിനാണ് നീ അവളുടെ പുറകെ നടന്ന് അവൾക്കും ചീത്തപ്പേരുണ്ടാക്കണോ, നീയും ഇങ്ങനെ ഇതായി പോയിക്കൊണ്ടിരിക്കണം, എന്തിനാണ് വെറുതെ ഇങ്ങനെ, നീ ഇനിയെങ്കിലും നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ പോകുമെന്ന് നമ്മുടെ ദേവയാനിയും. കാര്യം വല്യമ്മാന എന്ന് വെച്ചാൽ അവൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് വല്യമ്മ പറയുന്ന വാക്കുകൾ കേൾക്കും എന്നുള്ള ഒരു ഇതിലാണ് ദേവയാനിയും നയനയും കൂടെ വന്നിട്ട് അനിയുടെ അടുത്ത് സംസാരിച്ച് ആശ്വസിപ്പിച്ചിട്ട് അവർ പോകുന്നു. അതിനുശേഷം നമ്മുടെ ദേവയാനിയും നമ്മുടെ നയനയും കൂടെ ആദർശിരിക്കുന്നിടത്തോട്ട് വരികയാണ്. എന്നിട്ട് ദേവയാനി ആദർശിനോട് പറയണം മോനെ അനി ആകെ തകർന്നിരിക്കുന്ന സിറ്റുവേഷനാണ്, അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നുകൂടെ എനിക്കറിയില്ല, അവൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഏതൊരാളും പെട്ടെന്ന് ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ ആരായാലും ആ രീതിയിലല്ലേ നമ്മൾ ഷൗട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇതിനെന്താണ് അമ്മ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു, ഒരു പിടുത്തവും കിട്ടുന്നില്ല, അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനും
ഒന്നിനും അടുക്കുന്നില്ല. ഒരിക്കലും അവന് അനാമികയെ ഒന്ന് സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നുള്ള സ്ഥാനം കൊടുത്ത് നിർത്താനോ അവന് ഒരിക്കലും കഴിയില്ല. അത് തീർത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇക്കണക്കിന് പോവുകയാണെങ്കിൽ അനിയുടെ മാനസിക നില തന്നെ തെറ്റിപ്പോയെന്ന് വരുമെന്ന് നമ്മുടെ നയന പറയുന്നുണ്ട്. അവൾ കാണിച്ചു കൂട്ടുന്ന ഓരോ വൃത്തികേടുകളൊന്നും മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അറിയുന്നില്ലല്ലോ. ഇതിപ്പോൾ അവൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് കാണിച്ചിട്ടാണല്ലോ അവരിപ്പോൾ ഇത്രയും പെർഫോം ചെയ്യണത്. അവളെ ഓരോ രീതികളും അവിടെ കാണിക്കുന്ന രീതികളും അവൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന രീതികളൊന്നും മുത്തശ്ശനും മുത്തശ്ശിയും അറിഞ്ഞിട്ടില്ല. എന്തൊക്കെ തന്നെയായാലും നമുക്ക് അനിയുടെ കാര്യത്തിന് ഒരു നല്ല തീരുമാനം ആലോചിച്ച് ബുദ്ധിപൂർവ്വം നമ്മൾ എടുക്കണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്കൊരിക്കലും അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം കല്യാണത്തിൻ്റെ തലേ ദിവസം അവൻ എന്നോട് പറഞ്ഞതാണ്, ചേട്ടാ എനിക്ക് പറ്റില്ല ഇവിടെ കല്യാണം കഴിക്കാൻ, എനിക്ക് നന്ദുവായിട്ട് എനിക്ക് അത്ര ഇഷ്ടമാണ്, നന്ദുവിന് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ആ കല്യാണം മതിയെന്ന് അവൻ എന്നോട് കാല് പിടിച്ച് പറഞ്ഞതാണ്. അന്ന് നമ്മൾ അതിന് സമ്മതിച്ചതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇനിയിപ്പോൾ ഏത് രീതിയിൽ ഇതാക്കി എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ആർക്കും ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും ദേവയാനി പറയുന്നുണ്ട്, നമുക്കിത് നീട്ടിക്കൊണ്ട് ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇതിന് അതിൻ്റേതായ ഒരു രീതിയിൽ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അനിയുടെ ഭാവിക്ക് തന്നെ അത് ദോഷം ചെയ്യും. ഇതിങ്ങനെ പോയാൽ പറ്റില്ല, ഒരു തക്ക തീരുമാനം നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അവിടെ നിന്നേറ്റ് പോവാണ്. പിന്നെ നയനയും ആദർശും കൂടെ ഇരിക്കുന്നതാണ്. ആദർശ് പറയുന്നുണ്ട്, ഞാൻ സത്യം പറഞ്ഞ അനിയുടെ മുമ്പിൽ പോലും പോകുന്നില്ല, അവൻ എന്നെ കണ്ട ചിലപ്പോൾ വയലൻ്റ് ആവും. കാരണം അവൻ പണ്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഈ കല്യാണം എനിക്ക് വേണ്ട, എനിക്ക് നന്ദുവായിട്ടുള്ള വിവാഹം മതി ആദർശമായിട്ടാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. എന്നിട്ടും ഈ ഒരു ബന്ധം തന്നെ നമുക്ക് നടത്തേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞുള്ള രീതിയിൽ അവരായിരിക്കുന്ന രംഗമാണ് ലാസ്റ്റ് കാണിച്ച് നിർത്തുന്നത്. അപ്പോൾ ഇനി വരും എപ്പിസോഡുകളിൽ അനിയുടെയും നന്ദുവിൻ്റെ ജീവിതം എന്തായി തീരുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം, അല്ലേ?